എനിക്കൊരു 1,00,000 രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. അതെന്ത് പറ്റി പെട്ടെന്നൊരാവശ്യം? സത്യയുടെയും പപ്പിയുടെയും കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വീട് പണി തുടങ്ങാനാ. തുടങ്ങിക്കഴിയുമ്പോ ഫണ്ട് വരും, അപ്പൊ തിരിച്ചു തരാം. തിരിച്ചു തരുന്നത് വാങ്ങിക്കുന്നവരുടെ സൗകര്യം പോലെ ആയിക്കോട്ടെ. പക്ഷേ പണം തിരിച്ചു തരുന്നത് വരെയുള്ള പലിശ അതെനിക്ക് കൃത്യമായിട്ട് കിട്ടണം. ഇത് കണ്ടില്ലേ, ഈ ചുക്ക് കാപ്പി അങ്ങ് കുടിച്ചു കഴിയുമ്പോ ശരീരം മൊത്തത്തിൽ അങ്ങ് വേർക്കും. പിന്നെ ഒരു ചെറിയ മയക്കം, പനി അങ്ങ് പമ്പ കിടക്കും. നോക്കിയിരുന്നോ എന്റെ ആശാനെ, ഇപ്പോഴത്തെ പനിയൊന്നും ഈ വിധ ലൊട്ടിലൊടുക്ക് വിദ്യയിലും നിൽക്കുന്നതല്ല. അല്ല, ഈ കൊറോണ വന്നതിന് ശേഷം പനിയുടെ സ്വഭാവം തന്നെ മാറിപ്പോയില്ലേ? പണ്ടൊക്കെ പനി വന്ന പനിച്ചു പോകുന്ന പറയുന്നേ, ഇപ്പൊ മരിച്ചു പോകുന്ന പറയുന്നേ. നീ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണോ അതോ ആശ്വസിപ്പിക്കാനായിട്ട് വന്നിരിക്കുകയാണോ? അല്ല, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ഞാൻ ചോദിച്ചതാ. അല്ല, പറയുമ്പോ ഞാൻ എല്ലാം പറയണല്ലോ. മതി മതി, നിന്റെ വാചോടി അങ്ങ് നിർത്തിക്കോ. കാപ്പി കുറച്ചുകൂടെ എടുക്കട്ടെ ശിവേട്ടാ? ഏയ് വേണ്ട. അല്ല, കാപ്പി നന്നായിട്ടുണ്ട്. താങ്ക്സ്. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ ഇറങ്ങാം. ആശാനെ, എല്ലാരും പോവാണല്ലോ, ഞാൻ കൂട്ടി നിൽക്കണോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് രാത്രി ഉണ്ടായാലോ? അങ്ങനൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ നിന്റെ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ. എന്നേക്കാ പരിഗണന നീ കൊടുക്കേണ്ടത് നിന്റെ അമ്മയ്ക്കാ. ചെല്ല, ഞാനൊന്ന് ഉറങ്ങി എണീറ്റ് കഴിയുമ്പോ ഈ പനിയെല്ലാം പൊയ്ക്കോളും. ഇല്ലെങ്കിൽ നമ്മൾ ഓടിക്കും. പറഞ്ഞില്ല, വിളി തുടങ്ങി. എന്റെ മേ, ഞാൻ വന്നോളാം. ശരി ശരി. ഓ, എന്താ പിന്നെ ആശാനെ, എനിക്ക് പെട്ടെന്നൊന്ന് പോണം. എന്തെങ്കിലും വിളിക്കണേ? എടാ വിളിക്കാന്ന്, നീ പോയിക്കോ. ആ 308 രൂപ എങ്ങോട്ടാ പോയെന്ന് വല്ല നിശ്ചയമുണ്ടോ? അത് 300 രൂപ പെട്രോൾ അടിച്ച കണക്കാ. ബില്ലും അങ്ങ് മറന്നുപോയി, അതാ കണക്കിൽ വരാഞ്ഞത്. പക്ഷേ ഈ ബാലൻസ് ഉള്ള 8 രൂപ അതൊരു ചോദ്യചിഹ്നം പോലെ എന്റെ മുന്നിൽ ഇപ്പോഴും നിൽക്കുക. അത് വല്ല പള്ളിയിലോ അമ്പലത്തിലോ നേർച്ചിട്ടതായിരിക്കും. അതുകൊണ്ടാ പിള്ളേ താനാ കണക്ക് ഓർക്കാത്തത്. പക്ഷേ എന്നാലും അതെന്റെ കണക്ക് കയറണ്ടേ? ഭഗവാന് കൊടുക്കുന്നതൊക്കെ കണക്കി പെടുത്തുന്നത് എന്തിനാ പിള്ളേ? അത് ഞങ്ങള് കണക്ക പിള്ളമാർ സ്ഥിരം പറയുന്ന ഒരു പഴഞ്ചൊല്ല് കേട്ടാ എല്ലാം കൃത്യമാവും. ആറ്റി കളഞ്ഞാലും അളന്ന് കളയണമെന്നാ പറയുന്നത്. ശാലിനി, എന്താ മോളെ വൈകിയത്? ചില അത്യാവശ്യ കാര്യങ്ങളുണ്ടായിരുന്നു സത്യാമ്മേ. ഫ്രഷ് ആയിട്ട് വാ, ഞാൻ പൊന്നിയോട് ചായ എടുക്കാൻ പറയാം. പൊന്നി, പൊന്നി വരുന്നു സത്യാമ്മേ. ഈ ക്യാഷ് ആർക്കെങ്കിലും കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണോ? ഇത് ഇന്ന് പിരിഞ്ഞു കിട്ടിയ കാശാ. ഇനി ഇത് പലിശ ആരുതായിരുന്നോ അവർ കൊടുക്കും, അല്ലേ സത്യാമ്മേ? എങ്കിൽ പിന്നെ എനിക്കൊരു 1,00,000 രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. അതെന്ത് പറ്റി പെട്ടെന്നൊരാവശ്യം? സത്യയുടെയും പപ്പിയുടെയും കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വീട് പണി തുടങ്ങാനാ. തുടങ്ങിക്കഴിയുമ്പോ ഫണ്ട് വരും, അപ്പൊ തിരിച്ചു തരാം. തിരിച്ചു തരുന്നത് വാങ്ങിക്കുന്നവരുടെ സൗകര്യം പോലെ ആയിക്കോട്ടെ. പക്ഷേ പണം തിരിച്ചു തരുന്നത് വരെയുള്ള പലിശ അതെനിക്ക് കൃത്യമായിട്ട് കിട്ടണം. അത് തരാൻ തയ്യാറാണെങ്കിൽ പണം തരാൻ ഞങ്ങളും തയ്യാറാ, അല്ലേ പിള്ളേ? അതെ, അതാ അതിന്റെ ശരി. പിന്നെ മറ്റൊന്നു കൂടിയുണ്ട്. 1 മാസത്തെ പലിശ എടുത്തിട്ടേ തരൂ. ആ ഒരു കുറവ് ഈ 1,00,000 കാണും. സമ്മതിച്ചു. മറ്റെന്തെങ്കിലും പേപ്പറിൽ ഒപ്പിടണോ? കളക്ടറല്ലേ, ഞങ്ങൾക്ക് വിശ്വാസം. പിന്നെ ഒരു ഉറപ്പിന് വേണ്ടി ഒപ്പിട്ടൊരു ചെക്ക് ലീഫ് തരേണ്ടതായിട്ട് വരും. ശരി, സമ്മതിച്ചു. രാവിലെ ചെക്ക് ലീഫ് തരാം, അപ്പൊ പണം തന്നാ മതി.
സത്യാമ്മ വിളിച്ചത്? ആ ശാലിനി വന്നിട്ടുണ്ട്. നീ അവക്ക് പെട്ടെന്നൊരു ചായ ഇട്ട് കൊടുക്ക്. ആ ശരി. അല്ല സത്യാമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അമ്മായിയമ്മയിൽ നിന്നും മരുമകൾ പണം പലിശയ്ക്ക് വാങ്ങിക്കുന്നു. അതിനെന്താ കുഴപ്പം? പണത്തിന്റെ കാര്യത്തിൽ അമ്മായിമ്മയും മരുമകളും എന്നൊന്നുമില്ല. കൃത്യമായ ഡീലിംഗ്. അതിനിടയിൽ യാതൊരു ബന്ധത്തിനും സ്ഥാനമില്ല. പിള്ള കുറച്ചു മുമ്പ് പറഞ്ഞൊരു പഴഞ്ചൊല്ലില്ലേ, അതിപ്പോ ഇവിടെയാ പറയേണ്ടത്. ആറ്റിൽ കളഞ്ഞാലും അളന്ന് തന്നെ കളയണമെന്ന്. ദാ പിള്ളേ, ഈ കാശെടുത്ത് വെച്ചോ. നാളെ കൊടുക്കേണ്ടതല്ലേ? ശരി. അപ്പൊ സ്വന്തം വീട്ടിൽ നിന്ന് നമ്മൾ പലിശ വാങ്ങിക്കും. ഇപ്പോഴാണ് നമ്മൾ യഥാർത്ഥ പലിശക്കാരായത്. വിശക്കുന്നുണ്ടോ കുഞ്ഞിന്? ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നീ പറഞ്ഞൊക്കെ ഉണ്ടോ നോക്കി? ആ നോക്കാം. അതെന്താ ഇഷ്ടക്കേടിന്റെ ടോൺ വരാ? ആ ഇവിടെ നടക്കണ കാര്യങ്ങൾ കണ്ടാ ഈ വീട്ടിൽ ജീവിക്കാനേ തോന്നില്ല. പിന്നല്ലേ ഇഷ്ടക്കേടും. എന്റെ രോഹിത്തെ, നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നേ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നതേ മറ്റു പലരുവാ. അവർക്കാണെങ്കിൽ ഇവിടെ ആരെ വേണേലും കൊണ്ടുവന്നാക്കാം, ആരെ വേണേലും കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ചെയ്യാം. കാരണേ അധികാരം അവർക്കാ. എടി, നീ ഇത് എവിടുത്തെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നേ? വേറെ എവിടുത്തെ കാര്യമല്ല പറയണേ, ഇവിടുത്തെ കാര്യം തന്നെയാ പറയുന്നേ. ഈ വീട്ടിലെ കാര്യോ? കുഞ്ഞേച്ചിയെ വഴി കിടക്കുന്നവരൊക്കെ പിടിച്ചതേ നമ്മുടെ കുടുംബശ്രീ ഹോട്ടലിൽ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ട്. ദേ ഇവിടെ കേട്ടി താമസിപ്പിക്കാനായിരുന്നു പ്ലാൻ. ഞാൻ കണക്കിന് പറഞ്ഞതുകൊണ്ട് ദേ കടയിൽ കേട്ടി താമസിപ്പിച്ചിരിക്കുക. ശാലിനിയല്ലേ അങ്ങനെ ചെയ്തത്? എങ്കിലേ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. എന്ത് കാരണം? ഒരു കാരണവും ഇല്ല. രോഹിത് ഇപ്പൊ അച്ഛൻ്റെ അടുത്ത് നിന്ന് പറയണം അവരെ ഇപ്പൊ തന്നെ ഇവിടെ ഇറക്കി വിടണോന്ന്. ഞാനോ? ഞാൻ എന്തിനെതിര് പറയണം? അവരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച ശാലിനിയല്ലേ? അതായത് നിന്റെ ചേച്ചി. നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഞാൻ എന്തിനാ ഇടപെടുന്നത്? രോഹിത് ഇവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ അവരെ ഇവിടെ ഇറക്കി വിട്ടേ പറ്റൂന്ന് തന്നെ പറയണം. അമ്മേ, ഇവിടുന്ന് നമ്മളെ ഇറക്കി വിട്ടാ നമ്മൾ എങ്ങോട്ട് പോകും അമ്മേ? ആരും ഇല്ലാത്തവർക്ക് ദൈവം കൂട്ടുണ്ടാവും മോനെ. എന്നിട്ട് നമുക്ക് നമ്മുടെ സഹായത്തിന് വന്നത് സത്യയുടെയും പപ്പയുടെയും അമ്മയാണല്ലോ. ഈശ്വരൻ പലപ്പോഴും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇതുപോലുള്ള നല്ല മനുഷ്യരുടെ രൂപത്തിലായിരിക്കും മോനെ. രോഹിത്തെ, ഇപ്പൊ ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ആരാ? രോഹിത്തും അച്ഛനും.